ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ CRPF പറ്റിയിട്ട് ഒരു 2 വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഫസ്റ്റ് വീഡിയോയിൽ കോൺസ്റ്റബിൾ തസ്തികയിൽ ഇപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് +2 ആണെന്ന് പറഞ്ഞിരുന്നു. ഞാനത് വിശദമായിട്ട് അന്വേഷിച്ചു. അപ്പോൾ അത് ഇപ്പോഴും +2 അല്ല, 10ാം ക്ലാസ് തന്നെയാണ് യോഗ്യത കോൺസ്റ്റബിൾ തസ്തികയിലേക്ക്. അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ മെഡിക്കലിനെ പറ്റി പറഞ്ഞിരുന്നു. മെഡിക്കലിൽ നമ്മൾ ദൂരെ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വായിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് എങ്ങനെ വായിക്കണം എന്നുള്ളത് പറയാൻ വിട്ടുപോയി. അതിങ്ങനെ ജസ്റ്റ് കവറേ ചെയ്യാവൂ കൈവച്ചിട്ട്. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാലുള്ള വേരിയേഷൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഇങ്ങനെ കവർ ചെയ്യുക. ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഞാൻ കാണിക്കുന്നത് പോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് ചെയ്യാവൂ, പ്രസ് ചെയ്ത് പിടിക്കരുത്. ഇനി നമുക്ക് അതുപോലെ നമ്മൾ GCയിൽ പോയിട്ടാകുമ്പോൾ ഈ 3 ടെസ്റ്റുകൾ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ, ഫിസിക്കൽ ടെസ്റ്റ്, റിട്ടൺ എക്സാം, മെഡിക്കൽ, ഇത് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ GCയിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അവിടം വരെയാണ് വീഡിയോയിൽ പറഞ്ഞത്. ഇനി അവിടെ തൊട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ GCയിൽ നമ്മളെ പാരൻസിനോടൊപ്പം നമ്മൾ പോകുന്നു ജോയിൻ ചെയ്യാനായിട്ട്. ഒറ്റയ്ക്കല്ല, നമ്മൾ വീട്ടുകാരെയും കൊണ്ട് നമുക്ക് പോയിട്ട് ചെല്ലുന്നു. അപ്പോൾ അവർ നമുക്ക് പറയും, നമ്മളവിടുത്തെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ പറയും എവിടെയാണ് നിങ്ങൾക്ക് നിൽക്കാൻ ഇന്നൊരു ലൈനുണ്ട്, ആ ലൈനിലോട്ട് അവിടെയാണ് നിങ്ങളുടെ റൂം. പിന്നെ നിങ്ങളെ അറിയിക്കാം എപ്പോഴാണ് നിങ്ങളെ ട്രെയിനിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത്, എവിടെയാണ് നിങ്ങളെ ട്രെയിനിങ്, അതിനെപ്പറ്റിയൊക്കെ ഞങ്ങളെ അറിയിക്കാം. അപ്പോൾ അതുവരെ നമ്മൾ GCയിൽ നിൽക്കുന്ന ആ സമയം വരെയും, അതിപ്പോൾ 1 മാസമാവാം, ചിലപ്പോൾ 2 മാസമാവാം, അങ്ങനെ അതായത് എത്ര വരെ നിർത്തുന്നു ആ സമയം വരെയും. പിന്നെ അവിടുത്തെ ഒരു റുട്ടീൻ കാണുമല്ലോ. അതായത് ഇപ്പം രാവിലെ നമ്മൾ ഇത്ര മണിക്ക് 6 മണിക്ക് ഗ്രൗണ്ടിൽ ചെന്നിട്ട് അവിടെ ഒരു കുറച്ച് ഫിസിക്കൽ പരമായിട്ടുള്ള ഇതൊക്കെ ഒന്ന് പ്രാക്ടീസൊക്കെ തരും. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു ടൈം ടേബിൾ, അത് അവിടുന്ന് ഓഫീസിലുള്ളൊരു ഇതിനായിട്ടൊരു ആൾ കാണും. നമുക്കുള്ള ആ ടൈം ടേബിളൊക്കെ പറഞ്ഞു തരാൻ, ഇത്ര മണിക്ക് എവിടെ വരണം, അല്ലെങ്കിൽ എന്ത് ജോലിയാണ് എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയും ഇന്നപ്പോഴും ഒരു ഡ്യൂട്ടി കാണും, അപ്പോൾ ആ ഡ്യൂട്ടി ഇങ്ങനെ ചെയ്യണം അത് എന്നൊക്കെ അവർ പറയും. പിന്നെ നമുക്ക് യൂണിഫോമോ കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ ചെന്നിട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ടൈലർമാരും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ വെച്ച് കുറേ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അവിടുന്ന് തന്നെ സ്റ്റോർ കാണും. സ്റ്റോറിൽ നിന്ന് നമുക്ക് ട്രെയിനിങ്ങിന് കൊണ്ടുപോവേണ്ട സാധനങ്ങളൊക്കെ അവർ തരും. അത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പാത്രം കിട്ടും, പിന്നെ മഗ് കിട്ടും, പിന്നെ നമുക്ക് കമ്പൽ, ബ്ലൂ കമ്പൽ, ഒരു എവിടെ ചെന്ന് നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോയാൽ നമുക്ക് ഈ കട്ടിലൊക്കെ ഇങ്ങനെ വിരിക്കണം. അതൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടാണ്, അല്ലെ നമ്മളിപ്പം വീട്ടിൽ വിരിക്കുന്ന പോലെ എന്താ പറയുക, ഇപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ ചെക്കിങ്ങിനൊക്കെ വരും. അതായത് ഈ റൂം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം ഓഫീസർമാരൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടല്ല, അപ്പോൾ ഈ ബ്ലൂ കമ്പലൊക്കെ ഇങ്ങനെ, അപ്പോൾ എല്ലാവരും ബെഡും ഒരേ കണക്കായിരിക്കും, ബ്ലൂ കമ്പലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോഴ്സിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഇത് തരും നമുക്ക്. അതിന് വേണ്ടിയിട്ടൊക്കെ അല്ലാതെയും പല ഉപയോഗത്തിനും നമുക്ക് ആ ബ്ലൂ കമ്പൽ ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ അധികമുള്ള സ്ഥലത്തൊക്കെ പോയാൽ നമ്മളെ കയ്യിലിപ്പം വേറെ ഒന്നുമില്ല, നമുക്ക് ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഒരു കട്ടിക്കുള്ളൊരു സാധനം ഇല്ല, അപ്പോൾ കുറച്ച് ഒന്ന് വാങ്ങുന്നത് വരെയൊക്കെ നമുക്ക് ഇതും ഉപയോഗിക്കാം. അങ്ങനെ അതുപോലെ നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കിപ്പോൾ കട്ടിൽ കിട്ടണമെന്നില്ല, നമുക്ക് തറയിൽ വിരിച്ചിട്ട് കിടക്കേണ്ടിയൊക്കെ വരും. അതായത് ഈ ഇലക്ഷൻ ഡ്യൂട്ടി അങ്ങനെയുള്ള ഓരോ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ആ സമയത്തൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ കാരണം ഒരു കുറച്ച് കട്ടി ആണല്ലോ, അപ്പോൾ നമ്മൾ തറയിലല്ലേ കിടക്കുന്നത്. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് അങ്ങനെ സ്റ്റോറിൽ നിന്ന് കിട്ടും. പിന്നെ അതൊക്കെ നമുക്ക് തരും. പിന്നെ ഒരു ഇപ്പോൾ ബോക്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അതും ഒന്ന് അന്വേഷിക്കേണ്ടി വരും. നമ്മൾ ആ സമയത്ത് ബോക്സ് ഉണ്ടായിരുന്നു, ഒരു കറുത്ത, കണ്ടു കാണുമായിരിക്കുമല്ലോ ഈ പട്ടാളക്കാരെ കയ്യിലൊക്കെ ഇങ്ങനെ ഒരു പണ്ട് തൊട്ടേ ഒരു ബോക്സ് കാണുമല്ലോ, ഒരു കറുത്ത ഒരു ബോക്സ്. അപ്പോൾ അത് എൻ്റെ സമയത്തൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നണ ഇല്ലെന്നാണ് എൻ്റെ ഒരു, അതും ഞാൻ എന്തായാലും തിരക്കിയിട്ട് പറയാം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ട് നമുക്ക് ട്രെയിനിങ്ങിന് പോവേണ്ട ആ ഒരു സമയം വരുമ്പോഴത്തേക്ക് അറിയിക്കും, ഇന്നയിടത്തോട്ടാണ് പോവേണ്ടത്. അപ്പോൾ ഇപ്പം നമുക്കിവിടെ ബാംഗ്ലൂർ ട്രെയിനിങ് സെൻ്ററുണ്ട്, അതുപോലെ തന്നെ അജ്മീറുണ്ട് രാജസ്ഥാനിൽ, പിന്നെ നീമച്ച് മധ്യപ്രദേശ്, പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പ് സെൻറ്റർ പള്ളിപ്പുറത്തും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ട്രെയിനിങ് സെൻ്ററുകൾ.
അപ്പോൾ അത് എവിടെയാണോ എൻ്റെ പേരിൽ എവിടെയാണോ എനിക്ക് വന്നത് ട്രെയിനിങ് സെൻറ്റർ, ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോണത്, കൂടെ ഏതെങ്കിലും ഒരു മേഡത്തിന് ഡീറ്റെയിൽ ആക്കും. ഈ കുട്ടീനെ അവിടം വരെ കൊണ്ട് എത്തിക്കുക എന്നുള്ളൊരു ജോലി കൊടുക്കും. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള മേഡം എന്ന് പോകണമെന്നൊക്കെ വെച്ചാൽ ടിക്കറ്റൊക്കെ ഓഫീസിൽ നിന്ന് തന്നെ എല്ലാം ചെയ്തൊക്കെ തരും. നമ്മൾ സമയത്തിന് അതും റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനും നമുക്ക് അവിടെ നിന്ന് വണ്ടിയൊക്കെ തരും. അല്ലാതെ നമ്മളിപ്പം നമ്മുടെ പൈസ കൊടുത്തൊന്നും നമ്മൾ ബുക്ക് ചെയ്ത് പോകേണ്ട കാര്യമില്ല, നമുക്ക് വണ്ടി തരും. അതിൽ നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു. അപ്പം വണ്ടിയിൽ തന്നെ നമുക്ക് പ്രൊട്ടക്ഷനൊക്കെ വരും. ഇപ്പം എന്നെ കൊണ്ടുപോകണ ആ ഒരു മേഡം അല്ലെങ്കിൽ ഞാനും മാത്രമായിരിക്കില്ല. ഇപ്പം ആണുങ്ങൾക്ക് ആകുമ്പോഴത്തേക്ക് ജെൻസ് സാറന്മാരായിരിക്കും കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ 2 വ്യക്തി മാത്രമായിരിക്കില്ല റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നത്. നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് ഒരു സാറ് വരും. അത് തോക്കൊക്കെ കയ്യിൽ കരുതും അവർ. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പം തോക്കൊക്കെ കയ്യിൽ കരുതും ആയിട്ടാണ് അവർ വരുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു, അവിടെ നിന്ന് ട്രെയിനിൽ കയറ്റി വിടുന്ന ഉത്തരവാദിത്വം വരെ അവർക്കുണ്ട്. പിന്നെ അവിടെ നിന്ന് ആ കൂടെ വരുന്ന മേഡമായാലും അല്ലെങ്കിൽ ജെൻസിനെ കൊണ്ടുപോകുമ്പോൾ സാറായാലും നമ്മളെവിടെയാണോ ട്രെയിനിങ് സെൻറ്റർ അവിടെ കൊണ്ടുപോയി നമ്മളവിടെ ഏൽപ്പിക്കും. അപ്പം ഇത് ഇത്ര വരെയുള്ളത്. ഇനി അവിടെ തൊട്ട് പിന്നെ നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളാണ്. അത് ട്രെയിനിങ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. 1 വർഷത്തെ ട്രെയിനിങ്ങാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോയിൽ തന്നെ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, ശ്രമിക്കാമെങ്കിലും. അപ്പോൾ അവിടെ തൊട്ട് അങ്ങോട്ടുള്ള വിശേഷങ്ങൾ, ട്രെയിനിങ്, ആ 1 വർഷത്തെ ട്രെയിനിങ്ങും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീട്ടിൽ വരുന്നത് എത്ര മാസം കഴിയുമ്പോഴാണ് നമ്മൾ വീട്ടിലോട്ട് വരുന്നതും എന്നുള്ള വിശദമായിട്ട് ആ ട്രെയിനിങ്ങിനെ പറ്റിയുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ അതുവരെയും എല്ലാവരും സപ്പോർട്ടും സഹകരണവും, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ബൈ എല്ലാവർക്കും.